ഇളയരാജയുടെ ഒരുപാട് പാട്ടുകൾ പാടിയ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ മധുചേട്ടൻ പാടാത്ത ഒരുപാട് പ്രിയപ്പെട്ട പാട്ടുകൾ ഉണ്ടാവും ഇളയരാജയുടേതായിട്ട്. തീർച്ചയായിട്ടും. ഏതായിരിക്കും? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു വെള്ളച്ചാട്ടം പോലെ ഇഷ്ടംപോലെ പാട്ടുകൾ വരും. അദ്ദേഹം മലയാളത്തിൽ ചെയ്തിട്ടുള്ള പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ, നിഴലായി അലസമലസമായി അരികിലൊഴുകിവാ, ഇളം പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ, കൊഞ്ചി കരയല്ലേ മിഴികൾ നനയല്ലേ. ആ പാട്ട്. മൗനം പോലും മധുരം ഈ മഴനിലാവിൻ, ആ പാട്ട്. പിന്നെ കൂടാതെ വാരിട്ടെഴുതിയ നീലക്കടക്കണ്ണിൻ മീനോ ഇളം വാനോ ഓടഞ്ഞാലിക്കുരുവിയോ കൂടുകൂട്ടും പുളകമോ പീലി വീശിയാടും മാമയിലോ. വാലിട്ടെഴുതിയ നീലക്കടക്കണ്ണിൻ മീനോ ആലിപ്പഴം പെറുക്കാം പീലിക്കൂട നിവർത്തി, പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോലഞ്ഞാലിക്കുരുവി വഴിവാ. ആ പാട്ട്. പിന്നെ തമിഴിലാണെങ്കിൽ ഇഷ്ടം പോലെയുണ്ട്. വെള്ളை புறா ஒன்று ஏங்குது கையில் வராமலே, வெள்ளை புறா ஒன்று ஏங்குது கையில் வராமலே, எனது கதை நமது கதை வெள்ளை புறா ஒன்று ஏங்குது கையில் வராமலே. தென்றல் வந்து என்னை தோடும், ஆஹா சத்தமின்றி முத்தமிடும், பகலே போய்விடு இரவே பாய்கொடு, நரரா லல்லா 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 லல்லா. எந்த நெஞ்சில் நீங்காத தென்றல் நீதானா, எண்ணம் எங்கும் நீ பாடும் திருதிருதில்லானா, இசையின் குயில் நீதானா, இசைக்கும் குயில் நீதானாவா, இந்த நெஞ்சில் ஹோ இளைய நிலா பொழுகிறதே, இமயம் முதல் நனைகிறதே, உலா போகும் மேகம் கனா காணுமே, விழா காணுமே வானமே, இளைய நிலா പൊഴുകിരതേ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ലിസ്റ്റ്. വെള്ളച്ചാട്ടം ശരിക്കും വെള്ളച്ചാട്ടം തന്നെ കേട്ടോ. ആരെയും പ്രേമിപ്പിച്ച് കളയുന്ന പാട്ടുകളാണ്. അതെ അതെ. മധു ബാലകൃഷ്ണനും തീർച്ചയായിട്ടും പ്രണയിച്ച് വിവാഹം കഴിച്ച ആളാണ്. തീർച്ചയായിട്ടും. എങ്ങനെയായിരുന്നു ആ പാട്ടിന്റെ പല്ലവി തുടങ്ങുന്നത്? അത് തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ പാട്ടിന്റെ പല്ലവി തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഓൾറെഡി റിലേറ്റീവ്സ് ആണല്ലോ. അപ്പോൾ ഞാനൊരു ടി വിയിൽ ഒരു ചാനലിൽ രാഗതരംഗം എന്ന് പറഞ്ഞൊരു ഒരു റിയാലിറ്റി ഷോ ചെയ്യുമായിരുന്നു. അത് ഹോസ്റ്റ് ചെയ്ത് ജഡ്ജ് ചെയ്യുമായിരുന്നു. അതെനിക്ക് പറഞ്ഞാൽ മലയാളത്തിൽ വന്ന ആദ്യത്തെ ചില റിയാലിറ്റി ഷോകളിൽ ഒന്നാണത്. അപ്പോൾ ഞാനിത് ചെയ്തതിന് ശേഷം എൻ്റെ ഭാര്യ ദിവ്യയും ശ്രീശാന്തും എന്നിങ്ങനെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി ഇങ്ങനെ വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ വിളിച്ച് സംഗതി കൊള്ളാം, സംഗതി ശരിയായി എന്നൊക്കെ പറഞ്ഞു വന്ന അവസാനം സംഗതി കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി. അതെ അതെ അതെ. എന്തെങ്കിലും എതിർപ്പൊന്നും ഉണ്ടായില്ല? എല്ലാം അപ്പോൾ തന്നെ നമ്മൾ റിലേറ്റീവ്സ് ആയതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ടുള്ള എതിർപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല പയ്യനാണല്ലോ പിന്നെ കുടുംബത്തിലല്ലേ.
പാട്ട് കൊണ്ട് എന്തായാലും അവൻ ജീവിച്ചു പോകും, അങ്ങനെ ഒരു ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ചില സംശയമൊക്കെ ചിലപ്പോൾ ഉണ്ടായി കാണും. ഡോക്ടറോ എഞ്ചിനീയറോ ഒന്നും അല്ല, എങ്ങനെ ജീവിക്കാനാണെന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഇപ്പൊ എന്തായാലും കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി, അവർക്കും വിശ്വാസമായല്ലോ അല്ലേ? അതെ തീർച്ചയായും. മധുചേട്ടൻ പാടിയ ഓരോ പാട്ടുകളും ആളുകളെ ഓരോരോ ഓർമ്മകളിലേക്ക് തീർച്ചയായിട്ടും തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവും. ഇത്രയും നേരം ഞങ്ങളുമായിട്ട് സംസാരിച്ചിരുന്നതിൽ, ഇത്രയും പാട്ടുകൾ ഞങ്ങൾക്ക് പാടി തന്നതിൽ ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് മാത്തുക്കുട്ടി. താങ്ക് യു ഫ്ലവേഴ്സ് ചാനൽ. നമുക്ക് ഒരു പാട്ട് കൂടി പാടിയിട്ട് ഈ പ്രോഗ്രാം എൻഡ് ചെയ്യാം. എങ്ങോ നിന്നോ വന്ന പഞ്ചവർണ്ണ കിളി നീയോ, എന്നും എൻ്റേതെന്ന് ചൊല്ലുവാനോ ഇഷ്ടമേറെ. നീ എൻ മുളം തണ്ടിൽ ചുംബിച്ചിരുന്നു പണ്ടേ, മൗനസ്വരമായി ജന്മങ്ങളിൽ. മോഹം കൈനീട്ടുന്നു വീണ്ടും, തങ്കക്കിനാവിലൊന്നിച്ചിരുന്നു കണ്ണിൽ തിരി തെളിക്കാനായി. നെഞ്ചോരം നാളം തേടിയോ, എങ്ങു നിന്നു വന്ന പഞ്ചവർണ്ണ കിളി നീയോ, എന്നും എൻ്റേതെന്നു ചൊല്ലുവാനോ ഇഷ്ടമേറെ. നീ എൻ മുളം തണ്ടിൽ ചുംബിച്ചിരുന്നു പണ്ടേ, മൗനസ്വരമായി ജന്മങ്ങളിൽ. മോഹം കൈനീട്ടുന്നു വീണ്ടും, തങ്കക്കിനാവിലൊന്നിച്ചിരുന്നു കണ്ണിൽ തിരി തെളിക്കാനായി. നെഞ്ചോരം നാളം തേടിയോ. താങ്ക് യു മധുചേട്ടൻ. താങ്ക് യു മാത്തുക്കുട്ടി.